എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫ്ലെക്സ് ബോക്സ് ആണ്. നമ്മൾ എത്ര വയറിങ് ചെയ്താലും നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കില്ല. കൂടാതെ നമുക്ക് വേണ്ട പവർ പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വില കുറവുള്ള ഫ്ലെക്സ് ബോക്സ് നോക്കി മേടിച്ചിട്ട് നല്ല ലോഡുള്ള കണക്ഷനും കാര്യങ്ങളും കൂടി ആ ഫ്ലെക്സ് ബോക്സിലേക്ക് ലോഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ വയറ് ചിലപ്പോൾ ഓപ്പൺ ആയി പോകും, അല്ലെങ്കിൽ സ്വിച്ച് ഉരുകി പോകും, അല്ലെങ്കിൽ അതിൻ്റെ സോക്കറ്റൊക്കെ അടിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലെക്സ് ബോക്സ് എങ്ങനെയും നന്നാക്കി എടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫ്ലെക്സ് ബോക്സിൻ്റെ വയറ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ടില്ല. അപ്പോൾ മൾട്ടിമീറ്ററിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു സൈഡ് വയറ് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, അപ്പോൾ രണ്ടാമത്തെ സൈഡ് വയറ് ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ ഒരു വയറാണ് നമുക്ക് വലിയ കട്ടായി എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വയറ് ഏത് പോയിൻറ്റിലാണ് കട്ടായിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഞാനൊരു മസ്കിറ്റോ ബാറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ് നമുക്കിന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മസ്കിറ്റോ ബാറ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മളത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മസ്കിറ്റോ ബാറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെയാണോ കട്ടായിട്ടുള്ളത് അതോ ഇനി ഇപ്പോഴത്തെ സൈഡിലാണോ കട്ടായിട്ടുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുമില്ല നമ്മളിത് കട്ട് ചെയ്ത് നോക്കിയാലാണ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് എവിടെയാണ് ഓപ്പണായി പോയതെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മസ്കിറ്റോ ബാറ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ മസ്കിറ്റോ ബാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസ്കിറ്റോ ബാറ്റിലേക്ക് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. മസ്കിറ്റോ ബാറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ ഹൈ വോൾട്ടേജാണ് വരുന്നത്. അപ്പോൾ കുട്ടികളും കാര്യവും എല്ലാവരും ഉപയോഗിക്കാമെന്ന് അത്ര നല്ല കാര്യമല്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കാണെങ്കിലും ഇതിൻ്റെ പ്ലസും മൈനസും കൂടി നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഷോക്ക് കിട്ടുന്നതാണ്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന അത്രയും പവറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മസ്കിറ്റോ ബാറ്റൊക്കെ ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് മസ്കിറ്റോ ബാറ്റിൻ്റെ ഫേസും ന്യൂട്രും എന്ന് പറഞ്ഞ പോലെ പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ നമുക്കതിൽ കപ്പാസിറ്റർ ചാർജ് ആയിട്ടാണ് നമുക്ക് ഹൈ വോൾട്ടേജിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് ഓഫാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വയർ ഇതവിടെ പുറത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഹൈ വോൾട്ടേജ് കണക്ഷനാണ്. അപ്പോൾ ഉള്ളിലേക്കുള്ള കണക്ഷനിലേക്ക് നമ്മൾ ഈ പ്ലഗിൻ്റെ ഒരു സൈഡ് നമ്മളിതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഷോർട്ടാവാത്ത രീതിയിൽ ടച്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത ശേഷം നമുക്കിത് മെല്ലെ ഓൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൽ വയർ എവിടെയാണോ ഓപ്പൺ ആയി പോയിട്ടുള്ളത് അവിടെ സ്പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം വെളിച്ചത്തിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സ്പാർക്കിംഗ് കറക്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല, എന്നാലും നമുക്കിതിൽ ഒരുവിധം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ വയർ എവിടെ കട്ടായെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ മസ്കിറ്റോ ബാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്പാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ സ്പാർക്കിംഗ് നമ്മൾ ഏത് സൈഡിലാണ് വയർ ഓപ്പൺ ആയെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇതിലൂടെ ഐ സ്പാർക്കിംഗ് വന്നിട്ട് നമുക്ക് ഷോർട്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഉള്ളിൽ മാത്രമല്ല, മസ്കിറ്റോ ബാറ്റിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലാണ് കട്ടായിട്ടുള്ളത്. അതായത് ട്യൂബിന് വന്നിട്ടുള്ളതിൻ്റെ ഉള്ളിലാണ് ഇവിടെ കട്ടായിട്ടുള്ളത്. അവിടെ സ്പാർക്കിംഗ് വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ആ സ്പാർക്കിംഗ് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് മസ്കിറ്റോ ബാറ്റ് ഓണാക്കി പിടിച്ച ശേഷം നമ്മളിവിടെ ഉള്ളിലേക്ക് തട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉള്ളിൽ സ്പാർക്കിംഗ് വരുന്ന കാണാം, കണ്ടില്ലേ? നമ്മൾ ആ പിൻ പോയിൻറ്റിൻ്റെ ഉൾഭാഗത്ത് വരുന്ന അവിടെ കണക്ഷനാണ് അവിടെ പോയിട്ടുള്ളത്. അവിടെയാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പിന്നാണ് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ സ്പാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പിന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് പുതിയൊരു പിന്ന് അവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ സാധാരണ ഒരു പിന്ന് എടുത്തിട്ടുണ്ട്, 2 പിന്ന്. അപ്പോൾ ഈ 2 പിന്ന് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക്. അതായത് ഇത് 2 പിൻ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് 2 വയറാണ് ഇതിൽ വരുന്നത്, എർത്ത് വരുന്നില്ല. അപ്പോൾ 2 വയർ നമുക്ക് ഈ 2 പിന്നിൻ്റെ ബോക്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് നമുക്കിതിവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 പിന്നിൻ്റെ 2 സ്ക്രൂ ഉണ്ട്. അത് ലൂസ് ചെയ്ത ശേഷം നമുക്ക് ആ വയർ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടാതെ നമുക്ക് വരുന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ആവാറുണ്ട്. ഈ ഫ്ലെക്സ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന സ്വിച്ച് ഓവർ ലോഡ് വന്ന ശേഷം ഉരുകി പോകാറുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മൾ വില കുറഞ്ഞ, അതായത് ആംബിയർ കുറഞ്ഞ മോഡൽ ഫ്ലെക്സ് ബോക്സൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ നമ്മളതിൽ വല്ല മിക്സിയോ അതുപോലെ അയൺ ബോക്സോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യും. അയൺ ബോക്സ് പിന്നെ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2000 വാട്ട്സൊക്കെ ലോഡ് താങ്ങാനുള്ള ആംബിയർ ഈ ഫ്ലെക്സ് ബോക്സിന് വരില്ല. അപ്പോൾ അങ്ങനെയാണ് അത് കംപ്ലൈൻ്റ് ആയി പോവാറ്. അപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഫ്ലെക്സ് ബോക്സ് ഇതേപോലെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വയറാണ് കട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ട്
നമ്മൾ ഓപ്പണായ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബാറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മസ്കിറ്റോ ബാറ്റ് ഓൺ ആക്കിയ ശേഷം ഞാനവിടെ പേസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്രൽ കൂടി കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് റെഡ് കളർ വയറാണ്. ആദ്യം നമ്മൾ കണ്ടത് വൈറ്റ് കളറാണ്. അപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടായിക്കൊള്ളുന്നുണ്ട്, റെഡ് കളർ വയറിലാണെങ്കിൽ ഇതേപോലെ സ്പാർക്കിംഗ് കാണൂലേ, അത് ബ്ലാക്കിലാണെങ്കിൽ കാണൂലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ റെഡ് കളറിലാകുമ്പോഴും നമുക്കിവിടെ സ്പാർക്കിംഗ് കറക്റ്റ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ലൈറ്റ് ലോ ലൈറ്റിലിട്ടിട്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ വയറിൻ്റെ സൈഡ് ഭാഗമാണ് കട്ടായിട്ടുള്ളത്. നമുക്കിവിടെ സ്പാർക്കിംഗ് ഇവിടെ കണ്ടു. അപ്പോൾ അപ്പുറത്തേക്ക് പുറത്തേക്ക് തന്നെ സ്പാർക്കിംഗ് വരുന്നത് കാണാം. അവിടെ ഒരു ഹോളായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഫ്ലെക്സ് ബോക്സിൻ്റെ കട്ടായി പോയിട്ടുള്ളത്. ആദ്യം കണ്ട ഫ്ലെക്സ് ബോക്സിൻ്റെ പിന്ന് കണക്ട് ചെയ്യുന്ന ഭാഗത്തായിരുന്നു കട്ടായത്, ഉള്ളിലാണ് കട്ടായി പോയിരുന്നത്. ഇതിപ്പോൾ ഇവിടെ വളയും അങ്ങനെ തിരിയുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കട്ടായി പോയതാണ് ചാൻസ്. നമ്മളിപ്പോഴും പ്ലഗിൽ കണക്ട് ചെയ്യുകയോ അങ്ങനെ ഊരി എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ കട്ടായി പോകാനാണ് ചാൻസ്. കൂടാതെ നമ്മൾ വളരെ കട്ടി കുറവുള്ള വയറൊക്കെയാണ് ഇങ്ങനെയുള്ള ഫ്ലെക്സ് ബോക്സിലൊക്കെ വരാറ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കട്ടായി പോയിട്ടുള്ളത്. നമുക്കിതിൽ 3 പിന്ന വരുന്നതുകൊണ്ട് നമുക്ക് 3 പിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 പിന്ന് സോക്കറ്റ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഫ്ലെക്സ് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ കുറഞ്ഞ വിലയുടെയൊക്കെ ഫ്ലെക്സ് ബോക്സുകളൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ 3 പിന്ന് ഫ്ലെക്സ് ബോക്സാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള വയർ വളരെ കട്ടി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറോ അയൺ ബോക്സോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അവിടേക്ക് കറണ്ട് എത്തിക്കാൻ വേണ്ടി നമുക്ക് 3 കോർ വയറുകൾ വരുന്നുണ്ട്. അപ്പോൾ 3 വയറുള്ളതുണ്ട്, 2 വയറുള്ള 3 കോറും 2 കോറും വയറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വയർ ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലെക്സ് ബോക്സ് ഉണ്ടാക്കി എടുത്തിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൂടാതെ നമ്മുടെ വയറിംഗ് ഒന്നും കത്തിപ്പോകാത്ത രീതിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അസംബ്ലി ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലെക്സ് ബോക്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മേടിച്ചിട്ട് ഉപയോഗിക്കാം. നമ്മളിങ്ങനത്തെ വയറിങ് കാര്യങ്ങളൊക്കെ 5 മീറ്ററും 10 മീറ്ററൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനത്തെ കുറഞ്ഞ വിലയിനേക്കാളും ഒരു 3 ഇരട്ടിയൊക്കെ വില നമുക്ക് വന്നേക്കാം. എന്താ വെച്ചാൽ ആ വയറിനൊക്കെ വില കൂടുതലുണ്ട്. കോപ്പറിൻ്റെ വയറാണ് വരുന്നത്, കമ്പനി വയർ വരുന്നതൊക്കെയാണ്. അപ്പോൾ അത്രയും റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അപ്പോൾ എന്നാലും നമ്മൾ ഈ ഫ്ലെക്സ് ബോക്സ് ഒന്ന് പോയി രണ്ടാമത് പോയി മൂന്നാമത് പോയി ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലെക്സ് ബോക്സും കാര്യങ്ങളൊക്കെ അസംബ്ലി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഫ്ലെക്സ് ബോക്സ് നോക്കിയിട്ട് നമുക്ക് മേടിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആംബിയറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. 6 ആംബിയർ ഉണ്ട്, 16 ആംബിയർ, 32 ആംബിയർ, അങ്ങനെ ആംബിയർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഫ്ലെക്സ് ബോക്സുകളൊന്നും കംപ്ലൈൻ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ഫ്ലെക്സ് ബോക്സുകൾ കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ലോഡ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ 3 പിന്ന് ഇവിടെ വയർ നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ആയത് കട്ടായി പോയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ 3 പിന്ന് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് തൽക്കാലം ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർലോഡൊന്നും കൊടുക്കാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് 3 പിൻ സോക്കറ്റുകളും ഫ്ലെക്സ് ബോക്സുകളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വീണ്ടും പ്രതീക്ഷിക്കുന്നു.